ഹലോ എല്ലാവർക്കും ഓൾ മൂവി കണ്ടന്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിരടി എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആണ്. എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലെ പല സീൻസ് എനിക്ക് ഞാൻ ഓർത്തോർത്ത് ചിരിക്കാനുള്ളതുണ്ട്. കാരണം അത്രയ്ക്കും നന്നായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടറും എല്ലാവരും ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ഇതിലൊരു ഫ്രെയിമിൽ നമ്മൾ പൈസ ഇറക്കിയില്ല എന്ന് നമുക്ക് തോന്നില്ല. കാരണം അത്രയും പൈസ മുടക്കിയ പോലെ തന്നെ ഉണ്ട് ഇതിൻ്റെ സംഭവങ്ങൾ. പിന്നെ ഈ പടത്തിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ടൊവിനോ ഫാനാണ്. പക്ഷെ ടൊവിനോ ഫാൻ എന്ന നിലയിൽ എനിക്ക് ഈ പടം ഒരു നിരാശയാണ്. പക്ഷേ ഒരു മൂവി ഫാൻ എന്ന നിലയിൽ എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, എനിക്ക് നല്ല സന്തോഷമുണ്ട് ഈ പടം ജയിക്കുന്നതിനൊക്കെ. കാരണം അതിനുള്ളതുണ്ട്. എന്നുവെച്ചാൽ ടൊവിനോൻ്റെ ക്യാരക്ടർ കൊള്ളാം. ടൊവിനോ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോ എൻ്റെ മറ്റേ സംസാരം ആ തിരുവനന്തപുരം ഭാഷയൊക്കെ പിടിച്ചിട്ട് വേറെ ലെവലാണ്. ഞാൻ ഇതേവരെ ടൊവിനോന് ഇങ്ങനെ ഒരു എന്താ സംസാരത്തിൽ ഇങ്ങനെ ഒരു ആറ്റുള്ളൊന്നും ഞാൻ കണ്ടിട്ടില്ല. നല്ല രസമായിട്ട് ലുക്കൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനമായപ്പോൾ എന്തൊക്കെയോ ആക്കി കളഞ്ഞു. ഒരുമാതിരി എന്താ പറയുക, ഒരുമാതിരി ഒരു KGF ലെവലൊക്കെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ട് അവസാനം കൊണ്ടുപോയിട്ട് നമ്മളെ തഗ് ലൈഫിലെ കമലഹാസനെ പോലെയൊക്കെ ആക്കി കളഞ്ഞു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ ടോവിനോ അല്ല, ഒന്നും പറയാനില്ല. അത് അത് പോയി. ടോവിനോൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ എല്ലാം പോയി. അത് മാത്രമാണ് ടോവിനോൻ്റെ കാര്യമായിട്ടുള്ളത്. പിന്നെ ഇതെന്താ പറയുക, ഒരു ഇപ്പോൾ കോളേജ് പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം അത് 100% എനിക്ക് ഉറപ്പാണ്. ഇനി എന്താ പറയുക, ഈ കുട്ടികളും എന്താ പറയുക 10+2 ഇനി കോളേജിൽ പോകാനുള്ളവരൊക്കെ ആണെങ്കിൽ അവരെന്തായാലും ഇനി അടുത്ത വർഷം നന്നായിട്ട് കോളേജിൽ പോകാൻ ശ്രമിക്കും. കാരണം ഇതൊക്കെ കണ്ട ആരും വീട്ടിലാണെങ്കിൽ ഇരിക്കാൻ നോക്കില്ല, കോളേജിൽ എന്തായാലും പോകാൻ നോക്കും. അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇത് കോളേജ് കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്താ പറയുക, കുറേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ നൊസ്റ്റാൾജി ഇതൊക്കെ പിടിച്ചിങ്ങനെ ഇരുന്ന് കാണാം. അത് അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ഇത് എന്താ പറയുക, ഈ കോളേജൊന്നും പോകാതെ ഇങ്ങനത്തെ സംഭവങ്ങളിലൊന്നും അറിയാതെ നമുക്ക് എന്താ പറയുക, ഒരു നോർമൽ ഓഡിയൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം ഇതിൻ്റെ മെയിൻ ഇമോഷണൽ എന്ന് പറയുന്ന ഒരു സാധനം അത് കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നമുക്ക് എന്താ പറയുക, നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളത് അവിടെ അതിൽ എപ്പോഴെങ്കിലും പങ്കെടുക്കണം. എന്തെങ്കിലുമൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്തവർക്ക് ആ സെൻറ്റിമെൻറ്റ്സ് ഇഷ്ടപ്പെടില്ല, അത് ഉറപ്പാണ്. കാരണം ആ സെൻറ്റിമെൻറ്റ്സും കൂടെ നമുക്ക് ഫീൽ ചെയ്താലേ ആ പടത്തിൽ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക ITA പോളിടെക്നിക്കൊക്കെ പഠിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ കോളേജിൻ്റെ ഇതും എത്ര എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്കും ആ സെൻറ്റിമെൻറ്റ് സീൻസ് വരുമ്പോൾ കുറച്ച് ലാഗും എന്തോ പോലെയൊക്കെയാണ് തോന്നിയത്. ആ ഫീൽ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ കുറച്ച് ലാഗൊക്കെ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ അല്ലാതെ ഞാൻ പറഞ്ഞ ഈ 3 ക്യാരക്ടർ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. കാരണം അതിനുള്ള കോമഡിയും ആ ഒരു കോളേജിൽ നടക്കുന്ന എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബേസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ കോമഡി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എപ്പോഴും ബേസിൽ ചെയ്യുന്ന പോലെ തന്നെ ആയതുകൊണ്ടാണെന്നറിയില്ല, ചില സ്ഥലത്തൊക്കെ ഒരു ലാഗ് പോലെയൊക്കെ തോന്നി. പക്ഷെ ഒരു 20 മിനിറ്റ് ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ പടം പിന്നെ കയറി കൊളുത്തി. പിന്നെ ഒരു കാര്യം, ശശാണ്ണം പറഞ്ഞ പോലെ ഇത് OTT വരുമ്പോൾ ട്രോൾ വരാനുള്ള എന്തായാലും സാധ്യത കൂടുതലാണ്. അത് ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ എന്തായാലും ട്രോൾ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് അങ്ങനെ തോന്നും. പക്ഷേ ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ആ ഇൻ്റർവെൽ നമുക്കൊന്നും തോന്നില്ല. പക്ഷേ ഇത് OTT വന്നാൽ എന്തായാലും ആ ഇൻ്റർവെൽ ബ്ലോക്ക് തോന്നുമെന്ന് എനിക്ക് 100% തോന്നുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരുമാതിരി എന്താ പറയുക, ഒരു കുറച്ച് കോമഡി, ഒരുമാതിരി ക്യാരക്ടർ ബിൽഡപ്പ്, പിന്നെ ഒരു മാസ് സാധനം വെച്ചിട്ട് ഇൻ്റർവെൽ അങ്ങ് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് ഒരു നൈസ് ഒരു ആവറേജ് പടത്തിൻ്റെ അത്രയൊക്കെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് എൻ്റെ മോനെ, ഫ്ലൈറ്റ് പിടിച്ച് ചെന്നൈയിൽ നിന്ന് ഒരാൾ വരും. ചെന്നൈയിന് വിനീത് ശ്രീനിവാസനും പിന്നെ ഇവിടുന്ന് പോകാനുള്ള സാനിക്കും കൂടെ ചേർന്നിട്ട് പിന്നെ പടം ഒരു പോക്കുണ്ട്. എൻ്റെ മോനെ വേറെ ലെവല്. ഞാൻ ഇതിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ഷാരൂഖ് ഖാൻ സൈഡിൽ നിന്ന് തగ్గടിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് മിണ്ടു. അപ്പോൾ അതൊക്കെ നമ്മൾ ചിരിച്ചിട്ടുണ്ടാവും. അതേ സാധനം സിനിമയിൽ അത് തന്നെ ഒരു രക്ഷയില്ലാതെ ഷാരൂഖ് ഖാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫാനായിപ്പോയി. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ വർഷങ്ങളുടെ ശേഷത്തൊന്നും കണ്ടപ്പോൾ ഇത്രയും വലിയ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതിൽ അടിപൊളിയായിട്ട് 2 സെറ്റ് വിനീത് ശ്രീനിവാസൻ ഒരു രക്ഷയുമില്ല. മറ്റേ നമ്മളാറ്റ എന്താ പറയുക, കുറേ ചെന്നൈ മറ്റേ ബിരിയാണി അതിൻ്റെയൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് വിനീത് ശ്രീനിവാസൻ്റെ ഞാൻ എന്താ പറയുക പടം കൊണ്ടുപോയി. ടോയിന് ബേസിൽ ജോസഫിനെക്കാട്ടി എനിക്ക് തോന്നിയത് വിനീത് ശ്രീനിവാസൻ ഷാരൂഖ് പടം കൊണ്ടുപോയി. കാരണം അവിടം തൊട്ട് കയറിയ കയറ്റാം. പിന്നെ അവസാനം കഴിയുന്ന വരെ എന്താ പറയുക ഒരു താഴ്ചയില്ല. നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അടിപൊളി വേറെ ലെവൽ. പിന്നെ ഇടയ്ക്കൊരു ഇമോഷണൽ ട്രാക്ക് വരുന്നുണ്ട്. അത് പിന്നെ
കണ്ടിട്ടായവർക്ക് ഇഷ്ടപ്പെടുകയും കണ്ടിട്ടാവാത്തവർക്ക് പോക്കാൻ. എന്നാലും പാട്ടം തിയേറ്ററിൽ പോയിട്ട് കൂട്ടുകാരൊക്കെ ആയി പോയ എൻജോയ്മെൻ്റ് ചെയ്ത് എന്തായാലും കാണാൻ പറ്റിയ ഒരു പടം. കൊടുത്ത 150 രൂപയ്ക്ക് ബെർത്താണ്, അത് 100% ഉറപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, ഇമോഷണൽ വർക്കാകാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, കാരണം അതിൻ്റെ കുറേ നെഗറ്റീവ് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത് നമ്മളെ ഡില്ലൂലുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെയിം എന്ന് വെച്ചാൽ സർവ്വമലയിൽ പറയുന്ന അഭിനയിച്ച പോലെ തന്നെ ഉണ്ട് ഈ പടത്തിലും, സെയിമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇനി ഇങ്ങനത്തെ ക്യാരക്ടർ തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റൂല, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ അധികം വൈകാതെ ഫീൽഡ് ഔട്ട് ആയി പോകും. കാരണം ഇങ്ങനത്തെ ക്യാരക്ടർ തന്നെ പഠിച്ച ഒരേ അഭിനയം, ഒരേ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ വെച്ച് നോക്കിയാൽ ഇത് ഫീൽഡിൽ അത് നിൽക്കൂല ഡിലൂല്. അതുകൊണ്ട് ഡിലൂലൊന്ന് മാറി ചിന്തിച്ചാൽ നന്നായിരിക്കും. വേറെ ക്യാരക്ടറൊക്കെ ആയി എടുത്തിട്ട് ലവ് തന്നെ ഇങ്ങനത്തേലൊന്നും പിടിക്കാതെ. അത് പറഞ്ഞപ്പോഴാണ് നമ്മളെ ചിയാൻ വിക്രമിൻ്റെ കൂടെ ഒരു പടത്തിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വരുന്നുണ്ട്, കൺഫേം ആയി. ആ പടത്തിൽ എനിക്ക് വേറൊരു വെറൈറ്റി റോളായിരിക്കും, അത് പൊളിക്കായിരിക്കും. അതേപോലത്തെ റോളൊക്കെ എടുത്ത് ചെയ്താലാണ് ഇനി ദിലൂലിനൊക്കെ ഒന്ന് പിടിച്ചേക്കാൻ പറ്റും. അതാണ് എനിക്ക് ഈ പടത്തിൽ ദിലൂലിൻ്റെ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഇതിൽ ചെറുതും വലുതായി ചെയ്ത എല്ലാവരും അടിപൊളിയായി ചെയ്തതിൻ്റെ തുടക്കം തൊട്ട് ഈ പടത്തിൻ്റെ വൈബ് അടിച്ച് കയറിയ പിന്നെ അവസാനം വരെ നിങ്ങൾ ഹാപ്പി ആയിരുന്നു, കൈയടിച്ച് മാസം കാണിച്ചിട്ട് ഇറങ്ങും. കാരണം അതിനുള്ളതെല്ലാം ഉണ്ട്. പിന്നെ ഇതിൽ കുറേ ക്യാമിയോ ഉണ്ട്, അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, കുറേ പേര് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ വരവും പോക്കും എല്ലാം സീനാണ്. ഇതിൽ ഞാൻ പറയട്ടെ, ഞാൻ കണ്ട തിയേറ്റർ ഫാൻസോ അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഫാൻസ് കുറവായിരുന്നു. ടോവിനോയ്ക്ക് കുറച്ച് കൈയ്യടിണ്ടായിരുന്നു, ബേസിലിന് കുറച്ച് കൈയ്യടിണ്ടായിരുന്നു. പക്ഷെ വേറൊരാൾക്കാണ് തിയേറ്റർ ഇളക്കി എന്താ പറയുക, ഒരു ബോംബ് ഇട്ട പോലെയായിരുന്നു തിയേറ്റർ. ഒച്ചപ്പാടും വേളോ. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള വിജയ് സാറിൻ്റെ പടവും അല്ലെങ്കിൽ മോഹൻലാൽ സാറിൻ്റെ പടത്തിനൊക്കെയാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത്രയും കയ്യടിയും വിസിലൊക്കെ കിട്ടാൻ ഒരു വരവാണ് ആ ക്യാമിയോ വന്നത്. കിടിലൻ ക്യാമിയോ, പൊളി. അങ്ങനെ കുറേ ക്യാമിയോസും കുറേ റീൽസ് ഇടുന്ന ആൾക്കാരും എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി നൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് തന്നൊരു പടമാണ് അതിരടി. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കാണുക. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവി റിവ്യൂ ആയി കാണുന്നവരേക്കും ബൈ.